എന്താ എന്താ പറഞ്ഞേ? അവൻ ഒരു വിറയലോടെ ചോദിച്ചു. അതേ മോനെ, ഇത്രയും വർഷമായിട്ടും നിന്നെപ്പോലൊരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേ. നീ സാധാരണ ജന്മമല്ല, നിന്നിൽ പ്രത്യേകതയുണ്ട്. മുൻപ് ഇവിടെ വന്ന പലരെയും, പല മന്ത്രവാദികളെയും വരെ ഞാൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിന്റെ മുന്നിൽ എൻ്റെ ശക്തി. അത്രയും പറഞ്ഞ് വാസുകി പതിയെ അവൻ്റെ കവിളത്ത് തൊട്ടു. അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് അവൾ ഒരു ഞെട്ടലോടെ പിന്നോട്ടാഞ്ഞ് മുഖം തിരിച്ചു. എന്താ, എന്തു പറ്റി? അവൻ ചോദിച്ചു. ഒന്നുമില്ല, അവൾ പറഞ്ഞു. അല്ല, ഞാൻ സാധാരണ ജന്മമല്ല എന്നൊക്കെ പറഞ്ഞില്ലേ, എനിക്കതങ്ങോട്ട് മനസ്സിലായില്ല. അത് കേട്ട് ഒരു പുഞ്ചിരിയോടെ വാസുകി പറഞ്ഞു. അത് കൂടുതൽ മനസ്സിലാക്കിയാൽ പിന്നെ. അത്രയും പറഞ്ഞ് അവൾ നിർത്തി. അല്ല, നിനക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ? ആ, അതെ. അമ്മയുടെ ചികിത്സാ ചെലവിന് കാശ് വേണം അല്ലേ? ആ, അതെ, വേണം. നീ എൻ്റെ കൂടെ വാ, ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം. അവൾ എണീറ്റ് അവൻ്റെ നേർക്ക് കൈനീട്ടി പറഞ്ഞു. അത് കേട്ട് അവൻ പേടിയോടെ ചോദിച്ചു, എന്നെ എവിടേക്ക് കൊണ്ടുപോകുക? അത് കേട്ട് അവൾ ചിരിച്ചു. പേടിക്കേണ്ട, നിന്നെ ഞാനാണ് പേടിക്കേണ്ടത്. വാ. അവൻ അവളുടെ കൈ പിടിച്ചെണീറ്റു. അവൾ അവനെ എവിടേക്കോ കൂട്ടിക്കൊണ്ടുപോയി. ഓരോ ഇടവഴിയും മുറികളും കടന്ന് മാറാലയൊക്കെ തട്ടിമാറ്റി അവൻ അവളുടെ പിന്നാലെ നടന്നു. പിന്നെ ഒരു മുറിയുടെ മുൻപിലെത്തിയപ്പോൾ കതക് തനിയെ തുറന്നു വന്നു. അകത്ത് കയറി, അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. മനസ്സിൽ പേടിയുണ്ടെങ്കിലും അവൻ അവളെ അനുസരിച്ചു. പെട്ടെന്ന് അവൾ ഒരു ചെറിയ പെട്ടി ചൂണ്ടിക്കാട്ടി. അത് നീ തുറക്കണം. ഞാനോ? എന്താ അതിൽ? അവൻ സംശയം പ്രകടിപ്പിച്ചു. തുറന്നു നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ, വാസുകി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഇനി ഈ ആൻറ്റി എനിക്കിട്ട് പണിതതായിരിക്കുമോ? അവൻ ഒരു നിമിഷം അവിടെ ചിന്തിച്ചു നിന്നു. അപ്പോൾ അവൾ അവനെ നോക്കി ഒരു ചിരിയാലെ മിണ്ടാതെ നിൽക്കുമായിരുന്നു. വരുന്നത് വരട്ടെ എന്നും കരുതി അവൻ ആ പെട്ടി തുറന്നു. അതിൽ നിറയെ സ്വർണ്ണാഭരണങ്ങളായിരുന്നു. അത് കണ്ട് അവൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളി. അതെ, ഇത് നിനക്കുള്ളതാ. നീ ജീവിതത്തിൽ രക്ഷപ്പെടേണ്ടവനാണ്. പിന്നെ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും നീ ആരോടും പറയരുത്. ഇച്ചിരി ബുദ്ധിയോടെ എല്ലാം കൈകാര്യം ചെയ്യുക. പോ, ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് പോയിക്കോ. ഇനി തിരിച്ചു വരരുത്. നിന്റെ മുതലാളി എത്ര കാശ് തരാമെന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് വരാൻ പാടില്ല. ഞാൻ ഒരിക്കലും ഈ വീട് വിട്ട് പോവുകയുമില്ല. അത്രയും പറഞ്ഞ് വാസുകി അപ്രത്യക്ഷമായതും അവൻ ഒരു ഞെട്ടലോടെ അവിടെ നിന്ന് ചുറ്റും നോക്കി. ഹലോ പോയോ? ഹലോ പോയോന്ന് അവൻ ഉറക്കെ ചോദിച്ചു. മറുപടി ഉണ്ടായില്ല. ദൈവമേ, ഇനി ഇവിടുന്ന് എങ്ങനെ പുറത്ത് കടക്കും? കുറേ മുറികളും ഓരോ ഇടവഴികളും. താൻ പാടുപെടും ഇവിടുന്ന് പുറത്ത് കടക്കാൻ, അവൻ ചിന്തിച്ചു. അങ്ങനെ അവൻ ആ മുറിയിൽ നിന്നും ഇറങ്ങി നടന്ന് ഓരോ ഇടവഴിയും പിന്നിട്ട് ഒരു 10-15 മിനിറ്റോളം അവൻ അവിടം കറങ്ങി കറങ്ങി അവസാനം താഴത്തേക്കുള്ള കോണിപ്പടി കണ്ടു. ഹോ, ആശ്വാസമായി. അവൻ താഴെ ഹാളിൽ വെച്ചിരുന്ന അവൻ്റെ ബാഗ് എടുത്ത് ബാഗ് തുറന്ന് ആ പെട്ടി അതിൽ വെച്ച് ലൈറ്റൊക്കെ ഓഫാക്കി വേഗം പുറത്തേക്ക് നടന്നു. പിന്നെ ആ കതകടച്ച് താക്കോലിട്ട് പൂട്ടി പുറത്ത് കടന്നു. എങ്ങും കൂരാക്കൂരിട്ട് അവൻ ഫോണിലെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ അവിടുത്തെ ഗേറ്റും തുറന്ന് പുറത്ത് കടന്നു. അവൻ ഗേറ്റ് അടച്ചു. ഹോ, ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ. ഫോൺ നോക്കിയപ്പോൾ ചാർജും തീരാറായിരിക്കുവാണ്. അവൻ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ജംഗ്ഷൻ വരെ നടന്നു. അവിടെ എന്തിനോ വേണ്ടി എന്ന പോലെ തെളിഞ്ഞു നിൽക്കുന്ന വലിയ വെട്ടമില്ലാത്ത സ്ട്രീറ്റ് ലൈറ്റ് കണ്ടു. അവൻ അതിൻ്റെ ചോട്ടിൽ ചെന്ന് നിന്നു. ഇനി ഇവിടുന്ന് എങ്ങനെ പോകാനാ? അവൻ ഫോണിൽ സമയം നോക്കി. 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ സമയത്ത് എങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോകും? ഇവിടെ നിന്നാണെങ്കിൽ വണ്ടിയൊന്നും കിട്ടുകയുമില്ല. അവൻ ആകെ ടെൻഷൻ അടിച്ചു നിന്നു. പെട്ടെന്നാണ് അവൻ ഓർത്തത്, തന്നെ ഈ വീടിനടുത്തേക്ക് കൊണ്ടുവിട്ട ആ മീൻകാരി ചേച്ചി. അവരുടെ നമ്പർ തനിക്ക് തന്നത് തൻ്റെ ഭാഗ്യം. എന്താവശ്യമാണെങ്കിലും ഏത് പാതിരാത്രിയാണെങ്കിലും വിളിച്ചോളൂ എന്നല്ലേ ആ ചേച്ചി പറഞ്ഞത്, അവൻ ഓർത്തു. അങ്ങനെ അവൻ ആ ചേച്ചിയെ വിളിച്ചു. കുറച്ച് റിങ് ചെയ്തപ്പോൾ തന്നെ ചേച്ചി പെട്ടെന്ന് കോൾ എടുത്തു. ഹലോ, ഉറക്കച്ചടപടിയുള്ള ചേച്ചിയുടെ ശബ്ദം. ഹലോ ചേച്ചി, ഇത് ഞാനാ. ആരാ? ചേച്ചി ഇന്ന് രാവിലെ ചേച്ചിയുടെ സ്കൂട്ടറിൽ ലിഫ്റ്റ് അടിച്ച് വന്ന ചേച്ചി കിളിവീട്ടിൽ കൊണ്ടുവിട്ട. അത്രയും കേട്ടതും ചേച്ചി ഞെട്ടി. എടി രേശു, ആ പയ്യൻ ജീവനോടെയുണ്ട്. ആണോ അമ്മേ? സൂരജ് ഫോണിലൂടെ അവരുടെ സംഭാഷണം കേട്ടു. മോനെ, നിനക്ക് വലുതും പറ്റിയോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ചി ചോദിച്ചു. ചേച്ചി ഒന്ന് ഇവിടം വരെ വന്ന് എന്നെ പിക്ക് ചെയ്യാമോ? ഞാനിവിടെ ജംഗ്ഷനിലുണ്ട്. മോൻ അവിടെയാണുള്ളത്. ദേ,
ഞാനിപ്പോൾ വരാട്ടോ, നീ പേടിക്കേണ്ട, ഉടനെ വരാം. അതും പറഞ്ഞ് അവർ ഫോൺ വെച്ചു. 5 മിനിറ്റ് പോലും ആയില്ല, അവർ ഉടനെ സ്കൂട്ടറുമായി അവിടെ പാഞ്ഞെത്തി. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് സ്കൂട്ടർ ഓടിക്കുന്ന ആ സുന്ദരിയെ, പിന്നിൽ ആ ചേച്ചിയും. ഇതപ്പോൾ ആ ചേച്ചിയുടെ മോളാവും അവൻ ഊഹിച്ചു. മോനെ, എന്ത് പറ്റി? എന്താ ഇപ്പോൾ ഈ രാത്രിയിൽ തന്നെ? മോനെ, രാവിലെ നിന്നെ അവിടെ വിട്ടിട്ട് വീട്ടിലെത്തിയപ്പോൾ എനിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. എൻ്റെ മോള് എന്നെ പറയാത്തതായി ഇനി ഒന്നുമില്ല. നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല ചേച്ചി, അവൻ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. രാവിലെ ചേച്ചിയുടെ പേര് ചോദിക്കാൻ മറന്നു കേട്ടോ. എൻ്റെ പേര് രേവതി, ഇത് എൻ്റെ മോൾ രേഷ്മ. മോൻ്റെ പേരെന്താ? സൂരജ്. അല്ല, എന്നിട്ട് മോൻ ആ വീട്ടിൽ കയറിയില്ലേ? രേവതി അവനെ ആകെ മൊത്തമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. കയറി ചേച്ചി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് ഒന്നുമില്ല, അവൻ ഒന്ന് പരുങ്ങി. നീ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയരുത് എന്ന വാസുകിയുടെ വാക്ക് അവനപ്പോൾ ഓർമ്മ വന്നു. മോനെ, അവിടെ അവിടെ ആരെയും കണ്ടില്ലേ നീ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഏയ്, ആരെ കാണാനാ ചേച്ചി, എനിക്കൊന്നും പറ്റിയില്ല. സൂരജിൻ്റെ സംസാരവും മുഖഭാവവുമെല്ലാം വീക്ഷിക്കുകയായിരുന്നു ഇത്രയും നേരം രേഷ്മ. ചേച്ചി, എനിക്ക് നാട്ടിലേക്ക് പോകണമായിരുന്നു. അല്ല മോനെ, അപ്പോൾ നീയല്ലേ പറഞ്ഞേ ആ കിളിവീട്ടിൽ നിനക്ക് ഒരാഴ്ച താമസിക്കണമെന്നൊക്കെ? എന്നിട്ട് എന്ത് പറ്റി? രേവതി ചേച്ചിക്ക് സംശയം വിട്ടുമാറിയില്ല. അത് ചേച്ചി, അവിടെ എന്താ പറയുക, അവിടെ ഭയങ്കര ബോറടിയാ ചേച്ചി, അവൻ പരുങ്ങളോടെ പറഞ്ഞു. ഏതായാലും ഇയാളൊരു കാര്യം ചെയ്യും, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നോ, എന്നിട്ട് നാളെ നേരം വെളുത്തിട്ട് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാം. പെട്ടെന്ന് രേഷ്മ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ അവളെ തന്നെ നോക്കി. ഓ ശരി, അതിനെന്താ, അതാ നല്ലത്. എനിക്കും അങ്ങനെ തോന്നിയിട്ടോ, സൂരജ് പരുങ്ങളോടെ പറഞ്ഞു. എന്നാ കയറിക്കോ, രേഷ്മ പറഞ്ഞു. അല്ല, ഈ സ്കൂട്ടറിൽ 3 പേര്? ഓ പിന്നെ, ഇനി ഇയാളെ കൊണ്ടുപോവാൻ കാറ് കൊണ്ടുവരണമായിരിക്കും, രേഷ്മ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കയറ് മോനെ, നീ എൻ്റെ മോനെ പോലെയല്ലേ, നാണിക്കേണ്ട. അത് കേട്ട് രേഷ്മ ചിരിച്ചു. അവൻ ഒരു ചമ്മലോടെ സ്കൂട്ടറിൽ കയറി. അങ്ങനെ അവരുടെ വീടെത്തി. അവന് വേണ്ട ഒരു മുറി രേവതി ഒരുക്കി കൊടുത്തു. അപ്പോൾ ശരി ചേച്ചി, ഗുഡ് നൈറ്റ് മോനെ. അവൻ കതകടച്ചു. രേവതിയും രേഷ്മയും മറ്റേ മുറിയിൽ പോയി കിടക്കാൻ നേരം രേവതി ചോദിച്ചു. എന്നാലും മോളെ, നീ എന്ത് ധൈര്യത്തിലാ ആ പയ്യനോട് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞ്? അവൻ്റെ സ്വഭാവമൊക്കെ നല്ലതാ, പക്ഷേ ശരിക്കും നമുക്ക് അവൻ ഏത് തരക്കാരനാണെന്ന് അറിയില്ലല്ലോ മോളെ. അത് കേട്ട് രേഷ്മ ചിരിച്ചു. അമ്മ അതോർത്ത് ടെൻഷൻ ആവണ്ട, എന്തായാലും അവൻ ഒരു വൃത്തികെട്ടവനൊന്നുമല്ല. രേഷ്മ 2 കൈയും പൊക്കി മുടി ഒതുക്കി കെട്ടിവെച്ചുകൊണ്ട് പറഞ്ഞു. അല്ല മോളെ, ചിലപ്പോൾ അവൻ ആ വീട്ടിൽ കയറിയില്ലെങ്കിലോ, നമ്മളോട് കള്ളം പറയുന്നതാണെങ്കിലോ? അല്ലമ്മേ, അവൻ ആ വീട്ടിൽ കയറിയിട്ടുണ്ടെന്ന് ഉറപ്പാ. അവൻ്റെ ഷർട്ടിലും പാൻറ്റിലും അവിടെയും ഇവിടെയുമായി പൊടിയും മാറാലയും പറ്റിപ്പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. മാത്രമല്ല, അവൻ്റെ ചെരുപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലത് കാലിൽ ഇടേണ്ട ചെരുപ്പ് ഇടത് കാലിലും, ഇടത് കാലിൽ ഇടേണ്ട ചെരുപ്പ് വലത് കാലിലുമായിരുന്നു. അതുമാത്രമല്ല, അവിടെ ആരെയും കണ്ടില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൻ നിന്ന് പരുങ്ങുമായിരുന്നു. അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ആള് ആകെ വിയർത്തിട്ടുമുണ്ട്. എന്തായാലും അവൻ നല്ലോണം പേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ അപ്പുറത്തെ മുറിയിൽ ലൈറ്റ് ഇട്ടുകൊണ്ടായിരിക്കും ഉറങ്ങുന്നേ. രേഷ്മ പറഞ്ഞതൊക്കെ വായും പൊളിച്ച് കേട്ട അമ്മ വേഗം എണീറ്റ് കതക് തുറന്ന് അവൻ്റെ മുറിയിലേക്ക് നോക്കി. അല്ല മോളെ, നിനക്ക് തെറ്റി, അവൻ്റെ മുറിയിലെ ലൈറ്റ് ഓഫാണ്. ആണോ അമ്മേ? അതേ മോളെ എന്നും പറഞ്ഞ് രേവതി കഥ കടക്കാൻ പോകവേ പെട്ടെന്ന് അവനുള്ള മുറിയിൽ ലൈറ്റ് ഓണായത് ആ മുറിയുടെ കതകിൻ്റെ താഴെ ഭാഗത്ത് കൂടി കണ്ടപ്പോൾ രേവതിക്ക് അതിശയം തോന്നി. മോളെ, ദേ അവനിപ്പോൾ ലൈറ്റ് ഇട്ടു. ഞാൻ പറഞ്ഞില്ല അമ്മേ. അമ്മ വന്ന് കിടക്ക്. അതും പറഞ്ഞ് രേഷ്മ കിടന്നു. അമ്മയും കൂടെ കിടന്നു. എന്തായാലും എല്ലാം വളരെ വിചിത്രമായിരിക്കുന്നു മോളെ. അതെ അമ്മേ, അവന് എന്തോ പ്രത്യേകതയുണ്ട്, അതാണ് രക്ഷപ്പെട്ട് വന്നത്, അല്ലെങ്കിൽ ദുരന്ത വാർത്ത കേൾക്കേണ്ടതായിരുന്നു. അങ്ങനെ അവർ ഓരോന്നൊക്കെ സംസാരിച്ച് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ രേഷ്മ കാപ്പിയുമായി അവൻ്റെ മുറിയിൽ ചെന്നു. ഹലോ, ഗുഡ് മോർണിംഗ്, അവൾ ലൈറ്റ് ഓഫാക്കിക്കൊണ്ട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. അവൻ ഒരു ചിരിയോടെ കാപ്പി വാങ്ങി. ഇന്നലെ ലൈറ്റൊക്കെ ഇട്ടിട്ടായിരുന്നല്ലേ ഇയാൾ ഉറങ്ങിയത്? അത്രയും പേടിയുണ്ടായിരുന്നു അല്ലേ? അവൾ ഒരു ചിരിയോടെ അങ്ങനെ ചോദിച്ചപ്പോൾ അവൻ ചമ്മി ഒരു ഇളി പാസാക്കി. വേഗം ചെന്ന് കുളിച്ചിട്ട് വാ, ഫുഡ് എടുത്ത് വെക്കാം. പിന്നെ ഈ വസ്ത്രം മാറിക്കോ, എൻ്റെ അച്ഛൻ്റെ ഷർട്ടും മുണ്ടും തരാം. ശരി, അവൻ തലയാട്ടി.
അങ്ങനെ സൂരജ് കുളിയൊക്കെ കഴിഞ്ഞ് വേഷം മാറി വന്ന് ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ചോദിച്ചു, അല്ല ചോദിക്കാൻ മറന്നു, അച്ഛൻ എവിടെ? അല്ല ഈ കുട്ടിയുടെ അച്ഛൻ. ആ അങ്ങേരോ? അങ്ങേര് മീൻ ലോറിയും കൊണ്ട് ഏതോ സ്ഥലത്ത് പോയിരിക്കുക, ഇനി വൈകിട്ടേ വരൂ. അങ്ങനെ അവർ ഓരോന്നും സംസാരിച്ചു. രേഷ്മ അവനോട് സൂത്രപരമായി ഓരോ കാര്യങ്ങൾ ചികഞ്ഞ് അറിയാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അവൻ വേഗം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ പോയി. അപ്പോൾ ഞാൻ ഇറങ്ങുക ചേച്ചി. മോനെ, നിന്നെ ബസ് സ്റ്റോപ്പ് വരെ ഇവൾ കൊണ്ടുവിടും കേട്ടോ. നിനക്കറിയാലോ ഇവിടുന്ന് ഓട്ടോയും ബസ്സും ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. ശരി ചേച്ചി, വലിയ ഉപകാരം. അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ? രേഷ്മ ഒരു ചിരിയാലെ ചോദിച്ചു. ആ ഇറങ്ങാം, അവൻ ചിരിച്ചു. അവൾ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. കയറിക്കോ. അവൻ കയറിയിരുന്നു. പെട്ടെന്ന് അവൾ വണ്ടി വിട്ടതും അവൻ അറിയാതെ രണ്ട് കൈകൊണ്ടും രേഷ്മയുടെ വയറിൻ്റെ ഇരുഭാഗത്തും പിടുത്തമിട്ടപ്പോൾ അവൾ ഒന്ന് പൊളഞ്ഞു. അവൻ അപ്പോൾ തന്നെ ആ രണ്ട് കൈയും പിൻവലിച്ചു. സോറി, അറിയാതെ പറ്റിയതാട്ടോ, സത്യമായിട്ടും അറിയാതെ പറ്റിയതാ. അവൻ രണ്ട് കൈയും സ്കൂട്ടറിൻ്റെ പിൻഭാഗത്തുള്ള പിടിയിൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സാരമില്ലടോ, അവൾ പറഞ്ഞു. എങ്കിലും ഇവൾ തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുമോ? തന്നെ ഇത്രയും സഹായിച്ച ഇവരോട് താൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് ഇവൾ വിഷമിക്കുമോ? അറിയാതെ പറ്റിയതാണോ സത്യം? താൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നൊക്കെയുള്ള ചിന്തകൾ അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. വീണ്ടും അവൻ പറഞ്ഞു, കുട്ടി, ശരിക്കും ഞാൻ അങ്ങനെ അറിയാതെ. എടോ, എനിക്കത് മനസ്സിലായി. ഓക്കെ, ഇയാൾ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഇയാൾ അത്തരക്കാരനല്ല എന്ന് എനിക്കറിയാം കേട്ടോ. അതുകൊണ്ടാണല്ലോ എവിടുന്നോ വന്ന ഒരാളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്. അവൾ അതും പറഞ്ഞു ചിരിച്ചു. അത് കേട്ടപ്പോൾ അവന് ആശ്വാസമായി. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ഹോ ഭാഗ്യം, ഇനി എത്രയും പെട്ടെന്ന് തൻ്റെ നാട് പിടിക്കണം, അമ്മയെ കാണണം. അവൻ സന്തോഷത്തോടെ അതും ചിന്തിച്ച് സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി. പെട്ടെന്ന് അവൻ്റെ നാട്ടിലേക്കുള്ള ബസ് അവിടുന്ന് പുറപ്പെടാനായി ഒരുങ്ങുന്നത് കണ്ടു. എടോ, എല്ലാത്തിനും വളരെ ഉപകാരം. അമ്മയോടും എൻ്റെ താങ്ക്സ് പറയണം കേട്ടോ. അപ്പോൾ ശരി. അവൻ അത്രയും പറഞ്ഞതും രേഷ്മ ഷെയ്ക്കാൻഡിനായി കൈ നീട്ടി. അവൻ കൈ കൊടുത്തു. അപ്പോൾ ശരി, ഞാൻ പോട്ടെ. പോയിട്ട് വരാമെന്ന് പറ സൂരജ്. അവൾ ഒരു ചിരിയാലെ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ സംശയത്തോടെ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇനിയും ഈ നാട്ടിലേക്കോ? ഏയ്, ഒരു ചാൻസുമില്ല. അതും പറഞ്ഞ് അവൻ ചിരിച്ചു. ഇല്ല സൂരജ്, നമ്മൾ ഇനിയും കാണും. ഇയാൾ അവസാനിച്ചു എന്ന് കരുതുന്ന കഥ അവസാനിച്ചിട്ടില്ല. ഇത് തുടക്കം മാത്രമാണ്. അപ്പോൾ കാണാം. അതും പറഞ്ഞ് ഒരു ചിരിയാലെ അവൾ വണ്ടി വിട്ടു. സൂരജ് ഒരു ഞെട്ടലോടെ അവൾ പോകുന്നതും നോക്കി നിന്നു. ദൈവമേ, തനിക്ക് കിട്ടിയ സ്വർണ്ണപ്പെട്ടി. അവൻ അതും ചിന്തിച്ച് ബാഗ് തുറന്നു. ഹോ ഭാഗ്യം, പെട്ടി ഇവിടെ ഉണ്ട്. അവൻ പതുക്കെ ആ പെട്ടി ബാഗിനുള്ളിൽ നിന്ന് തന്നെ തുറന്നു നോക്കി. ഹോ ഉണ്ട്, സ്വർണ്ണാഭരണങ്ങളും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെന്തിനാണാവോ അവൾ അങ്ങനെ പറഞ്ഞേ? അതും ചിന്തിച്ച് അവൻ ബസ്സിൽ ഓടിക്കേറി. ബസ് പുറപ്പെട്ടു അവൻ്റെ നാട്ടിലേക്ക്.